ഹലോ എടാ പറയടാ. ആ എന്തൊക്കെയുണ്ടാ വിശേഷങ്ങള്? ഓ നീ എത്ര നാളായി എന്നെ ഒന്ന് വിളിച്ചിട്ട്. ആ പറ. അയ്യോ അല്ല, ഇതേ ഈ കടയും വീടും ഒക്കെ എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മാവൻ്റെയാ. എനിക്ക് പിന്നെ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ നോക്കി അങ്ങ് നടത്തുന്നു, അത്രേ ഉള്ളൂ. ഓ അങ്ങേരുടെ കാര്യമൊന്നും പറയണ്ട. വെളിവുമില്ല, വെള്ളിയാഴ്ചയില്ല, വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല. ആ പേരിനൊരു ഭർത്താവ്, അത്ര തന്നെ. എടാ ഞാൻ ഇച്ചിരി തിരക്കിലാടാ, ഞാൻ പിന്നെ വിളിക്കാം. വിളിക്കാന്ന് ഞാൻ ഇച്ചിരി കഴിഞ്ഞ് വിളിക്കാടാ ചക്കര. എൻ്റെ ദൈവം. ഓ ശരിയടാ, ഞാൻ ഇച്ചിരി കഴിഞ്ഞ് വിളിക്കാം കേട്ടോ. പ്രഭാകരൻ അല്ല, പ്രഭ പ്രഭ. പ്രഭാകരൻ നീ ചുരുക്കി പറഞ്ഞോളാ. പ്രഭാന്ന് അല്ല അല്ല മനുഷ്യ, അത് പ്രഭാകരൻ, എന്റെ ഒരു പഴയ ക്ലാസ്മേറ്റാ. പുതിയ ക്ലാസ്മേറ്റ് ഉണ്ടാകാൻ നീ പുതിയതായിട്ടൊന്നും പഠിച്ചില്ലല്ലോ. അതല്ല, പ്രഭാകരന്റെയും പ്രഭാവതിയുടെയും മക്കളാണല്ലോ പ്രഭാകരനും പ്രസീത പ്രഭാകരനും. അതിൽ പ്രസീത പ്രഭാകരന്റെ മൂത്തതായ പ്രഭാകരനാണല്ലോ എന്റെ കൂടെ പഠിച്ച പ്രഭാകരൻ. ആ പ്രഭാകരനാണ് ഇപ്പൊ എന്നെ വിളിച്ച പ്രഭാകരൻ. പ്രഭാതത്തിൽ എന്താടി ഇതിന് കളറ് മാറി നീ കണ്ടായിരുന്നോ? എന്റെ ദൈവമേ, കളറ് മാറിയത് കണ്ടായിരുന്നു. വെള്ളം ഒഴിച്ചായിരുന്നോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഈ വിധ കാര്യങ്ങളൊന്നും എന്നെ ഏർപ്പെടുത്തരുതെന്ന്. ഞാൻ ഇതൊന്നും ചെയ്യത്തില്ല. വല്ല മനുഷ്യന്മാരും കണ്ടാൽ എന്തോ പറയും മനുഷ്യ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടി വേണമെങ്കിൽ ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്യാം. ഒരാളെ നിർത്തണ നീ എന്നെ അങ്ങ് ചെയ്താൽ മതി. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. നിങ്ങൾ വേറെ കാര്യം നോക്കിക്കോ. ഇതെന്റെ ഫോണല്ലേ? ഇതെന്റെ ഫോണല്ലേ? എന്റെ ഫോണിൽ ബാലൻസ് ഇല്ല, ഒന്ന് വിളിക്കാം. നിങ്ങൾക്കല്ലേ മനസ്സിലായി, ഇത് ഞാൻ തരികയില്ല. രാവിലെ കണ്ണു തെറ്റിയാ ഫോൺ വിളിയാ. ഇതെന്നാ റേഡിയോക്കകത്ത് ചാള പറക്കും. പ്രിയ ശ്രോതാക്കളെ, മനോവൈകൃതം പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സുപ്രസിദ്ധ മനോരോഗ വിദഗ്ധനും സർവോപരി അനുഭവ സമ്പത്തുള്ള ഒരു മനോരോഗിയുമായ ഡോക്ടർ ചിൽസനാണ്. ഡോക്ടർ, ഒരു സംശയരോഗിയായ ഭർത്താവിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒരു സംശയരോഗിയായ ഭർത്താവിന്റെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഭാര്യയുടെ ഫോൺ എടുത്തു വെച്ച് അവരുടെ കോൾ ലിസ്റ്റുകൾ പരിശോധിക്കുക എന്നുള്ളതാണ്. ഇതൊരു രോഗലക്ഷണമാണ് എന്നറിഞ്ഞു കഴിയുമ്പോൾ ആ ഫോൺ അവർ മാറ്റിവെച്ചു എന്ന് വരാം. പക്ഷെ അധിക നേരം അവർ മാറ്റിവെക്കില്ല. അത് പിന്നെയും എടുത്ത് നോക്കുന്നതാണ് ഈ രോഗം മൂർച്ഛിച്ചു എന്നുള്ളതിന്റെ രണ്ടാമത്തെ ലക്ഷണം. ഇത്തരം ചെറ്റത്തരങ്ങളെ ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ചിലാൻഡ്രോ കുലാൻഡ്രോ ഡിങ്കാട്രിക്ക എന്നാണ് പറയുന്നത്. ഈ ലക്ഷണങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം ഡോക്ടർ? അടിച്ചവന്റെയൊക്കെ മോന്തയുടെ ലക്ഷണം മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പ്രതിവിധിയായിട്ട് നമ്മൾ പറയുന്നത്. അടി കിട്ടി കഴിഞ്ഞാൽ തന്നെ ഒരുവിധപ്പെട്ടവന്മാരുടെയൊക്കെ ഒരുവിധപ്പെട്ട ലക്ഷണങ്ങളൊക്കെ അങ്ങ് മാറിക്കിട്ടും. എന്നാൽ മാത്രമേ നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. സർ, നമുക്കൊരു കോളർ ഉണ്ടേ. ഹലോ ഹലോ ഹലോ, ആ ഡോക്ടർക്കൊന്ന് കൊടുക്കോ? ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, ഡോക്ടറാണ്, സംസാരിച്ചോളൂ. എന്ത് വേണേലും കേൾക്കാൻ തയ്യാറാണ്. എടാ പന്ന പട്ടി, എടാ നാളെ നിനക്ക് നാളെ ഇല്ലടാ. ആർക്കാണോ മാനോരോഗം? എടാ ഞാനിപ്പോ കേട്ടോണ്ടിരിക്കുവാ ഇത്ര നേരം. നീ ആരാടാ അത്? എടാ നിനക്കാണോ ഭ്രാന്ത? നിനക്കാണോ ഭ്രാന്ത്? നീ ശരിയാക്കി തരാടാ ഞാൻ. നിങ്ങൾ റേഡിയോ നാടകത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയോ? അയ്യോ ഇതെന്തുവാ? ഇതെന്നാ? ഇത് നിനക്കൊട്ടുള്ള ഇടിയാടി. ഇത് നിന്റെ ഇതാ ഡോക്ടർക്ക്. അയ്യോ ഇത് നിന്നെ കൊണ്ട് പോയ ബംഗാളിയില്ലേ അവനോട്ടുള്ളത്. ആരാ ഈ സമയത്ത് എന്റെ വീട്ടിലേക്ക് ആരാ വിട്ടത്? അയ്യോ കാറിനെ കണ്ടത് മഹാ നന്നായി. നന്നായോ? കാച്ചിപ്പോരുത്, അനങ്ങിക്കളയും ഞാൻ. തെറ്റിപ്പോയല്ലോ. തെറ്റിപ്പോയോ? അനങ്ങിപ്പോരുത്, കാച്ചിക്കളയുന്ന. അപ്പോ അങ്ങ് പോയി. അതൊക്കെ പോയി. പോട്ടെ. സാറ് കൊണ്ട് പോകുന്നത് സാറ് നമ്മളോട് സെർച്ചിലല്ലേ വന്നു. എന്താണ് നിന്റെ പേര്? നളിനാക്ഷൻ. എന്താ എന്റെ പേര്? മീനാക്ഷി. മീനാക്ഷി. സംഭവം കിട്ടിപ്പോയി. അപ്പൊ പട്ടാപ്പകല് തനിക്ക് ഇതാണ് പരിപാടി. മിണ്ടിപ്പോഴത് അയ്യോ സാറായോ? അയ്യോ സാറാ, ഞാൻ റോക്കറ്റ് വിടാൻ വന്നതല്ല, ഈ സാധനം പരിശോധിക്കാൻ വന്നതാ. നേരെ 100 കോളാ വന്നത്.
അകത്ത് പോയി ഇതിന്റെ തൊണ്ടി മുതൽ മൊത്തത്തിൽ എടുത്തോണ്ട് വരണം അയ്യോ, സാറേ, അതൊന്നും മിണ്ടരുത്. ഇതിന്റെ ഉറവിടം എവിടാന്ന് കണ്ടുപിടിച്ചാലേ പറ്റത്തുള്ളൂ. കേറ് അകത്ത്. കേറ്. അയ്യോ വേണ്ട, അയ്യോ വേണ്ട. കേറ് പിടിച്ചോണ്ട് വാ. അല്ല പിന്നെ. സാറേ ഇതൊക്കെ വേണ്ട. അയ്യോ അയ്യോ നെഞ്ചും കൂടി എരിഞ്ഞു പോയല്ലോ. അത് കുടിച്ചോ? ആ, പിന്നെ കുടിക്കാതെ പിന്നെ കുടിക്കാതെ പിന്നെ സാറേ, അത് കളറ് മാറിയതാ. കളർ മാറാൻ നീ ഓന്തര ഇട്ടാന്നോടാ മാറ്റിയത് കളർ മാറാനായിട്ട്. അയ്യോ ഇതെന്നാടാ ഇത്? അതല്ല, ഇത് അമ്മാവിന്റെ ആണ്. അമ്മാവന്റെ ദൈവമേ, കരിങ്കുരങ്ങനെ ഇട്ട് മാറ്റിയെന്ന് കേട്ടിട്ടുണ്ട്, കരിമ്പൂച്ച മാറ്റിയെന്ന് കേട്ടിട്ടുണ്ട്. അമ്മാവനെ ഇട്ട് മാറ്റുന്ന ഒരു നാറിയ ഭാഗത്ത് കാണുവാ ഞാന്. അയ്യോ, അതല്ല സാറേ. ഏതല്ല? ഇത് ഞങ്ങളുടെ അമ്മാവൻ അതിന്? തളർന്ന് കിടക്കുവാ. അതിന്? അതിന് മൂത്രം കൊണ്ടൊന്ന് വെച്ചേക്കുന്ന അത് കളർ മാറുന്നുണ്ടോ എന്ന് നോക്കാൻ എപ്പോഴും റൂമിൽ പോയി നോക്കാൻ പറ്റത്തില്ലല്ലോ സാറേ. എപ്പോഴും മനുഷ്യാ. മൂത്രം കുടിച്ചിട്ട് ഇത് എന്നെ കാണിക്കുന്നു. ഇനി ഒരു പഴം അങ്ങ് തിന്നാ മതി, ആ ടേസ്റ്റ് അങ്ങ് മാറിക്കോട്ടും. സ്റ്റേഷൻ വരെ വരണം. ഞാൻ ഇന്നലെ ശേഷം സ്റ്റേഷൻ വരെ വരണം. എന്തിനു വന്നം? എടാ, നീ അവിടെ ഒന്ന് ഒപ്പിടണം. ഒപ്പിട്ടല്ലെന്ന് പറഞ്ഞ് തെളിവെടുത്തില്ലെന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് പുറത്താക്കും. തനിക്കറിയാവോ? സാറേ, എന്റെ ഒപ്പ് സാറിനും ഇടാവുന്നേ ഉള്ളൂ. നിന്റെ പെരിക്കിടാനോ? ആ, നേരിമംഗലം പാലം വരച്ചാൽ മതി. കറക്റ്റ് എന്റെ ഒപ്പ്. ആ, ഇങ്ങനെ 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 വരച്ചു വെച്ചാൽ എടാ, പാലം വരയ്ക്കാൻ ഞാൻ ആർട്ടിസ്റ്റ് സുജാതനാണോ? ആണോ? മര്യാദക്ക് സ്റ്റേഷൻ വന്നണം. പോകാൻ വരട്ടെ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാ മതി. എടോ, തന്റെ അടുത്തൊക്കെ ഒരു കാര്യം നോക്കാൻ വേണ്ടി വലിച്ചു പറിച്ചിടാൻ ആരെങ്കിലും പറഞ്ഞു? ആരല്ലേ പറഞ്ഞ വലിച്ചെടുത്തോണ്ട് വരാൻ? എടോ, ഞാൻ അറിയുന്നു ഈ മാറാണ് വാന്നുള്ളത്. ഒരു കാര്യം ചെയ്, ഞാൻ ആരെങ്കിലും പറഞ്ഞു വിടാം കേട്ടോ. വലിക്കുന്ന വലി നോക്ക്, വിഷമിക്കണ്ട കേട്ടോ. ഒന്ന് ഒപ്പിട്ടിട്ട് വരാം. വാ. ദാ, ദാ, ദാ. തൊപ്പിയവിടാം. ഇവിടെ അമ്മാവ ഒന്ന് നോക്കണം. അയ്യോ, ഇങ്ങ് വരണേ. എന്നെ നോക്കിക്കോണ്ടോ? ഒന്ന് പോ മനുഷ്യങ്ങള്. ഇവിടെ ആരെങ്കിലും വരുമോ? ദൈവമേ, ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ ഈ ട്യൂബല്ല ഒന്ന് പെറുക്കിടാനായിട്ട്. അമ്മാവോ, അയ്യോ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഈശ്വരാ. ഹലോ, ആരാ? ഓസിട്ട് അമ്മാവന്റെ വീടാണോ? ആ, ഓസിട്ട് അമ്മാവനുണ്ട്. അവിടെ എല്ലാം പോയി ചെടിക്ക് വെള്ളം തളിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, കുഴലിട്ട് അമ്മാവന്റെ വീടാണോ? ഒഴിച്ചിട്ട് അമ്മാവനോ? എന്റെ പേര് ട്യൂബിട്ട് അമ്മാവന്റെ വീടാണോ? ആ, ട്യൂബിട്ട് അമ്മാവന്. ആ, ഒരു ഹോം നേഴ്സിനെ വേണോന്ന് പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞായിരുന്നു. ആ, ഞാനാ നോക്കാൻ വേണ്ടി വന്ന ആളാ. എന്താ നിങ്ങളുടെ പേര്? അമ്പിളി. ഏത് മുതലല്ലേ നോക്കേണ്ടത്? അമ്മാവന്. ആണാ? പക്ഷേ ഇയാളുമായിട്ട് ചേരൂല. അതെന്നാ? എന്റെ പേര് അമ്പിളി, ഇത് അമ്മാവൻ. അമ്പിളി അമ്മാവൻ ചേരൂല്ല. അതല്ലെന്ന്. പിന്നെ എന്റെ ഭർത്താവ് സമ്മതിക്കുകയല്ലെന്ന്. അതെന്താണ്? ഓ, അങ്ങനെ ഭയങ്കര സംശയ. അയ്യോ, പുള്ളിക്കാണെങ്കിൽ പഠിപ്പും വിദ്യാഭ്യാസം ഒന്നും ഇല്ല. ഇല്ല. ആ, ചേച്ചി പഠിച്ചിട്ടുണ്ടോ? പിന്നെ എനിക്ക് നല്ല ആ, വിദ്യാഭ്യാസം. ഇതാ കുഴപ്പം. നിങ്ങളെ പോലുള്ള പെണ്ണുങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിൽ ഒന്ന് ചുമ്മാ ഇരിക്കും. എന്തെങ്കിലും ജോലിക്ക് പോകണമെന്നേ. ആ, ഇനിയിപ്പോ ആര് ജോലി തരാനായിട്ടാ? ചേച്ചി, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരുപാട് സ്റ്റാഫുകൾക്ക് ഒഴിവുണ്ട്. നാളെ ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ വെച്ചിട്ട് ഇന്റർവ്യൂ ഉണ്ട്. ചേച്ചി വന്നാൽ ഒന്ന് അറ്റൻഡ് ചെയ്യ്. ചേച്ചി നല്ല സൂപ്പർ ജോലി കിട്ടും. ഓ, അങ്ങനെ സമ്മതിക്കത്തില്ലെന്നേ. പുള്ളി അറിയാതിരിക്കാനായിട്ട് ഒരു മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ. എന്തുവാടാ? ഇങ്ങോട്ട് വന്നേ. ചേച്ചി നാളെ രാവിലെ 10 മണിയാകുമ്പോൾ ചേട്ടനെ എന്തെങ്കിലും കാരണം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. രാവിലെ 10 മണിക്ക് ഞാൻ ചേട്ടനെ പുറത്ത് വിടണം. ആ കാര്യം ഞാൻ ഏറ്റു. എന്നിട്ട് കുളിച്ച് റെഡിയായി അടിപൊളിയായിട്ട് ഹോട്ടലിലെത്തണം. എടാ, ഞാൻ എങ്ങനെ വരും? ഓട്ടോ ഞാൻ വിടാം. നീ വിട്ടുതരും. വിട്ടുതരാം. ഓക്കെ. അപ്പൊ റെഡി ആയിട്ട് വന്നാ മതി. പക്ഷേ ഒത്തിരി സമയം എടുക്കുവോ? കൂടിപ്പോയി ഒരു 5 മിനിറ്റ്. 5 മിനിറ്റോട് കാര്യമൊക്കെ നടക്കും. 5 മിനിറ്റോട് പരിപാടി നടക്കും. ആണോ? എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്. നാളെ രാവിലെ നീ ഓട്ടോ ഇങ്ങോട്ട് വിട്. 10 മണിയാകുമ്പോൾ ഞാൻ അങ്ങോട്ട് ഒരു പിന്നെ ഇപ്പൊ വന്ന കാര്യം ചെയ്യും. അന്ന കാര്യം ചെയ്യാം. തുക്കുരുമണി. അതൊക്കെ അകത്ത് ചെന്നിട്ട് വയറെ പിടിക്കില്ല. നോവും, വേദനിക്കും. കയ്യെ പിടിച്ചോ. കയ്യെ പിടിച്ചോ. ഞാനേ ബാക്കിൽ കൂടി കൈയിട്ട് കോരി എടുക്കട്ടെ. കോരി എടുത്തോ. ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ട് എടാ പട്ടി, നീ എന്റെ നേഴ്സ് നോക്കാം. അയ്യോ, അത് മെയിൽ നേഴ്സ്. പുരുഷ നേഴ്സ്. ഈ വീട്ടിൽ ഒരു പുരുഷനും വേണ്ട. അപ്പൊ നിങ്ങളോ? ഞാൻ മാത്രം മതി ഈ വീട്ടില്. അപ്പൊ അമ്മാവനോ? ഞാനും അമ്മാവനും മതി ഈ വീട്ടിൽ പുരുഷന്മാര്. എന്തൊക്കെ ഒന്ന് ഉറപ്പിച്ച് പറ സുഹൃത്തെ. ഞങ്ങൾ മാത്രം മതി ഇവിടെ. നീ എന്തിനോട് വന്നടാ? ഞാൻ അമ്മാവനെ നോക്കാൻ. നീ അമ്മാവനെ നോക്കാൻ. ഈ മനുഷ്യന്റെ ഒരു കാര്യം. ആണ്ട വേറൊരുത്തൻ ഇങ്ങോട്ട് വാ. എന്താണ് എന്റെ വീട്ടിൽ വന്നത്? എസ് ഐ പറഞ്ഞിട്ടോ? എന്റെ ദൈവമേ, അതെന്നാന്ന് പറയും? എസ് ഐ എന്നെ ഇടിക്കും. പൈപ്പ് പൊട്ടിക്കിടപ്പുണ്ടെന്ന് പറഞ്ഞു. നീ ആരാ? പ്ലംബർ. ഇവിടെ പൈപ്പ് പൊട്ടിക്കണം. ഈ പൈപ്പോ ഇപ്പൊ തന്നെ ശരിയാക്കിയ. ഓ,
എത്ര രൂപയാണ് നമ്മൾ ഡോക്ടർമാർക്ക് കൊടുത്തത്? ഒരു പ്ലംബറെ വിളിച്ചാൽ ഈ നാശം എന്നേ ഇവിടുന്ന് പോയേനെ.